ഇവനെപ്പോഴാ എത്തിയേ? ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. എന്നിട്ട് എപ്പോഴാണോ നിനക്ക് ഇങ്ങോട്ട് വരാൻ സമയം കിട്ടിയേ? അവൻ നമ്മളൊന്നും വിളിച്ച ഇങ്ങോട്ടൊന്നും വരില്ലെന്നേ. അവനവന്റെ ബേബിയെ കാണാൻ വന്നതാ. അപ്പോൾ അവൾ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു, അതുകൊണ്ട് കൂടെ പോന്നു. എന്നാ നമുക്ക് പോവാം. കുക്കി എവിടെ? അവൻ പോയോ? എങ്ങനെ? ആന്നേ, അവനൊരു പെണ്ണിന്റെ കൂടെയാ പോയേ. പെണ്ണിന്റെ കൂടെയോ? അറിയില്ലേ, അവളുടെ കൂടെ. അവളുടെ വന്നിരുന്നു. അപ്പൊ അവനാണെങ്കിൽ അവളുടെ കൂടെ പോയി. എന്നാ ഞാൻ ഇറങ്ങട്ടെ? എങ്ങോട്ടേക്കാ ഡാർലിംഗ്? നീ എവിടേക്കും പോണില്ല, നീ ഞങ്ങളുടെ കൂടെ വരുന്നേ. അത് വേണ്ട, പിന്നെ ഒരിക്കലാവാം. ഡാർലിംഗ്. ശരി ശരി, ഞാൻ വരാം. ഡാർലിംഗ്, നീ എന്റെ കൂടെ വാ. എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവൾ ഇങ്ങോട്ടേക്കും കൊണ്ടുവന്നോ ഒരു ഡാർലിംഗും ബേബിയും? കുക്കി, നിനക്ക് ഉറങ്ങാനായില്ലേ? കുറച്ചുകൂടി കഴിയട്ടെ ചായ, എനിക്ക് ഉറക്കം വരുന്നില്ല. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പിന്നെ അവനിവിടെ വെറുതെ ഇരിക്കുക, അതുകൊണ്ട് അവൻ ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല, നാളെ കോളേജിൽ പോകേണ്ടതല്ലേ. എന്തുവാ ചായ? നിന്ന് ചിണുങ്ങാതെ നീ പോയി ഉറങ്ങാൻ നോക്ക്. ഫെലിക്സേ, നീയും പോയി ഉറങ്ങിക്കേ. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിനക്ക്? ഞാൻ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും വേറെ ഒരു ഫ്രണ്ട്സിനെ കാണാൻ പോയില്ല. ഇനി അവരെ കാണാൻ പോയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും മതി. ഇനി എന്നാ ഇങ്ങോട്ടേക്ക് വരുന്നേ? നീ അങ്ങോട്ടേക്ക് വാ, സമയം കിട്ടുമ്പോ വരാം. വെക്കേഷൻ ആവട്ടെ. വെക്കേഷൻ ആക്കുന്ന എന്തിനാ? ഇപ്പോഴേ അങ്ങ് പോയിക്കോ, ബാക്കിയുള്ളവർക്ക് ഇച്ചിരി സമാധാനമെങ്കിലും കിട്ടും. ഹലോ റിയ. അവളെന്തിനാ ഇവനെ വിളിക്കുന്നേ? ഹലോ ചേട്ടാ. എന്താ താൻ വിളിച്ചേ? അത് പിന്നെ ചേട്ടാ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. വീട്ടിലാണെങ്കിൽ ഒരു ചെറിയ സെലിബ്രേഷൻ ഉണ്ട്, ചേട്ടൻ വരണം. ഞാനോ? അതെ ചേട്ടാ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ചേട്ടനെയും വിളിച്ചതാ. ഓക്കെ, എത്ര മണിക്കാ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണേ? ഈവനിങ് 5:30. ശരി, ഞാൻ വരാം. ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാം. എന്തിനാണ് റിയ വിളിച്ചേ? നാളെ അവളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെല്ലാൻ വേണ്ടിട്ട് വിളിച്ചതാ. അവളുടെ ബർത്ത്ഡേക്ക് നിന്നെ വിളിച്ചെന്നോ? എന്തോ ചീഞ്ഞു നാറുന്നുണ്ടല്ലോ മോനെ. എന്ത് ചീഞ്ഞു നാറാൻ? ഒന്നുമില്ല. ഓ ആയിക്കോട്ടെ. അല്ല, എപ്പോഴാ നീ പോകുന്നത്? നാളെ ഈവനിങ്. എടാറ്റേ, നീ ബർത്ത്ഡേക്ക് പോകുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണം. നീ പോകാതിരിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ ഇച്ചായ ഇങ്ങനെ നോക്കുന്നേ? നീ എന്നെ ഇച്ചായെന്ന് വിളിക്കുന്ന പതിവില്ലല്ലോ, അതാ നോക്കിയേ. അതെന്താന്ന് വെച്ചാലേ, ഇച്ചായൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, ചെയ്തേ പറ്റൂ. ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്? അപ്പൊ അതാണല്ലേ ഇച്ചായനെ വിളിച്ചോണ്ട് നീ വന്നേ? അത് പിന്നെ ഈ ജ്യൂസ് ഇച്ചായൻ ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. ജ്യൂസ് എന്തിനാ ടേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നേ? കുക്കിമോളെ, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേഷന് പോകാൻ പാടില്ല, അതിനാ ജ്യൂസ് കൊടുക്കാൻ പറഞ്ഞത്. അവനെ കൊല്ലാനാണോ നിന്റെ ഉദ്ദേശം? കൊല്ലാനൊന്നുമല്ല, ഇത് കുടിച്ചു കഴിഞ്ഞാല് ഇന്ന് അവൻ ബാത്റൂമിന് പുറത്തിറങ്ങത്തില്ല. എനിക്ക് അത്രേ മതി. എന്നാ പിന്നെ നിനക്കും കൊടുത്താ പോരെ? എടാ മണ്ട, ഞാൻ കൊടുത്തവൻ കുടിക്കത്തില്ല, അതല്ലേ നിന്നോട് കൊടുക്കാൻ പറഞ്ഞേ. എനിക്കൊന്നും വയ്യ, നീ തന്നെ കൊണ്ട് കൊടുക്കും. അവൻ ഇന്നിത് കുടിച്ചില്ലെന്നുണ്ടെങ്കിൽ നീ ഇന്ന് ബാത്റൂമിന് പുറത്തിറങ്ങത്തില്ല. നിങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് എന്നെ എന്തിനാ പിടിച്ചിടുന്നേ? നീ എന്റെ ഇച്ഛാനായോണ്ട് വേഗം ഇതുകൊണ്ട് കൊടുക്കാവനെ. കൊടുത്തിട്ട് അവൻ കുടിച്ചില്ലെങ്കിലോ? ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ലേ, നിന്റെ കാര്യം പോക്ക. നീ ഇത് പിടിച്ചേ. എന്താടാ ഇത്? ജ്യൂസോ? ആടാ, ചിമ്മ ഉണ്ടാക്കിയതാ, എല്ലാവരും കുടിച്ചു. ഇത് നിന്റേതാ. എടാ, ഞാൻ പോയിട്ട് വന്നിട്ട് കുടിക്കാം. പോയിട്ട് വന്നിട്ടോ? നീ ഇപ്പൊ ഫുഡ് കഴിച്ചിട്ടല്ലേ വരിക, അപ്പൊ ഇതെങ്ങനെ കുടിക്കുക? നിനക്കറിയാലോ ചിമ്മിയെ, നീ കുടിച്ചില്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും ഇനി അവൾ അടുത്ത വേണം ഉണ്ടാക്കാൻ പോന്നെ. ശരി, എന്നാ ഇങ്ങത്താ. എടാ എന്താടാ? എടാ, അത് ചിമ്മ ഉണ്ടാക്കിയതല്ല, കുക്കി നിനക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ. എന്നെ ഭീഷണിപ്പെടുത്തിട്ട് നിനക്ക് തെളിയിപ്പിച്ചതാ അത്. എടാ, എന്നാലും ഒരു വാക്കെങ്കിലും നിനക്ക് എന്നോട് പറയായിരുന്നു.